ഐഡിയ പോസ്റ്റ് പെയ്ഡിന്റെ പേരിൽ വൻ തട്ടിപ്പ് നടക്കുന്നുണ്ട്. അതായത് നിങ്ങൾ നിലവിലെ ഒരു പ്രീപെയ്ഡ് ആളായിരിക്കും. അതായത് നമുക്ക് മാസം എത്രയാ റീചാർജ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ആ ലെവലിൽ 199, 299, 398, 455 പറഞ്ഞിട്ടുള്ള ഇതിലായിരിക്കും നമ്മൾ ചെയ്തിട്ടുണ്ടാകുക. അപ്പോൾ ഇവര് ഒരു കസ്റ്റമർ കെയർ എന്നുള്ള രീതിയിൽ വിളിച്ചതിന് ശേഷം ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളെ ചേഞ്ച് ആക്കി തരാം. 1 മാസം നിങ്ങൾ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, ഇത്ര ഡാറ്റ ഫ്രീ. 1 മാസം കഴിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾക്ക് ഒരു 100 രൂപ അഡീഷണൽ അടച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് പല ഓഫറുകൾ തരും. അപ്പോൾ അവരുടെ സംസാര രീതി കേട്ടിട്ട് നമ്മളെന്ത് ചെയ്യും, അതിലേക്ക് കൺവേർട്ട് ചെയ്യും. പ്രീപെയ്ഡിൽ നിന്ന് പോസ്റ്റ് പെയ്ഡിലേക്ക് മാറും. ഇവിടെ നിന്നാണ് അവർ ശരിക്കും തട്ടിപ്പ് തുടങ്ങുന്നത്. പിന്നീട് ബില്ലുകൾ വന്നുകൊണ്ടേയിരിക്കും. അതായത് ആ ബില്ല്, ഈ ബില്ല്, മറ്റേ അഡീഷണൽ ചാർജ് എന്നൊക്കെ പറഞ്ഞിട്ട് ബില്ലുകൾ വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ വന്നതിന് ശേഷം എനിക്കിതുവരെ വന്നു. അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചത്. നമ്മുടെ ഫ്രണ്ട്സിനും ഇഷ്ടം പോലെ ഈ തട്ടിപ്പുകൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് മാറ്റണമെന്നുണ്ടെങ്കിൽ സാധാരണ രീതിയിൽ നമ്മൾ സാധാരണ ഒരു ഷോറൂമിൽ പോയി കഴിഞ്ഞാൽ കഴിയില്ല. അവരുടെ ഐഡിയ ഷോറൂമിൽ മാത്രമേ ഇത് ചെയ്തു തരുള്ളൂ. അവിടെ നിന്നൊക്കെയാണ് ഇവര് ഈ തട്ടിപ്പ് വിളിക്കുന്നത്. അപ്പം നമ്മുടെ അവിടെ ഒരു ഏറ്റവും വലിയൊരു ഉടായ്പുള്ള ഒരു സ്ഥലമുണ്ട്. അതായത് ആലത്തൂര് ഗേൾസ് സ്കൂളിന്റെ ഫ്രണ്ടിലെ ഒരു ഐഡിയ ഷോറൂമുണ്ട്. കസ്റ്റമർ കെയർ ഇതാണ് ആലത്തൂര്, സ്പോട്ട് മറക്കണ്ട, ആലത്തൂര് ഗേൾസ് സ്കൂളിന്റെ ഫ്രണ്ടിലെ ഒരു ഐഡിയ കസ്റ്റമർ കെയർ ഷോറൂം. അവിടെ നമ്മൾ പോയി പറഞ്ഞു, അതായത് നമുക്ക് വീണ്ടും പ്രീപെയ്ഡിലേക്ക് ആക്കണം എന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ ആ സ്ത്രീ പറയുന്ന ഒരു ഡയലോഗാണ്, അതായത് ഇത് ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ കഴിയില്ല, ഇത് 3 മാസം കഴിഞ്ഞാലേ ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ ചോദിച്ചു അഡീഷണൽ ബില്ല് വരില്ലേ 3 മാസം ചോദിച്ചപ്പോൾ അവർ വരും, അത് ഓട്ടോമാറ്റിക്കായി. ഇപ്പോൾ ഒരു 650 ബില്ല് വന്നിട്ടുണ്ട്, വീണ്ടും ഒരു 650 ബില്ല് വന്നിട്ടുണ്ട്, ഇനിയൊരു 650 ബില്ല് വരും. അങ്ങനെ 3 മാസം കഴിഞ്ഞിട്ടേ ഇത് ചേഞ്ച് ചെയ്യാൻ കഴിയുള്ളൂ എന്ന് അവർ പറഞ്ഞു. പിന്നെ ഞാൻ ആ സ്ത്രീനോട് അധികം തർക്കിക്കാൻ പോയില്ല. നേരെ അവരുടെ ഒറിജിനൽ കസ്റ്റമർ കെയറിലേക്ക് ഞാൻ വിളിച്ചു വെച്ചപ്പോൾ ഇങ്ങനത്തെ ഓഫറേ ഇല്ല, എപ്പോൾ വേണമെങ്കിലും നമുക്ക് ചേഞ്ചസ് ചെയ്യാമെന്നാണ് പറഞ്ഞത്. പിന്നെ ഞാൻ പറഞ്ഞു ആ സ്ത്രീ ചെയ്യാൻ സമ്മതിക്കുന്നില്ലല്ലോ, പഴയ ആ പ്രീപെയ്ഡിലേക്ക് ചെയ്യാൻ സമ്മതിക്കുന്നില്ല, 6 മാസം കഴിഞ്ഞിട്ടാണ് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെയാണ് അവർ പറയുന്നത്. 3 മാസം കഴിഞ്ഞിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെയാണ് ഞാൻ പറഞ്ഞു അവരുടെ അടുത്ത്. അപ്പോൾ ഞങ്ങളെ സംസാരിക്കുക, ആ സ്ത്രീനിൽ കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ആ സ്ത്രീ ഒരിക്കലും കൂട്ടാക്കിയില്ല, വാങ്ങാനേ കൂട്ടാക്കിയില്ല. പിന്നീട് വീണ്ടും നിർബന്ധപ്രകാരം വീണ്ടും അവർ ഫോണിൽ അവർ കൊടുക്കുമെന്ന് പറഞ്ഞതിന് ശേഷമാണ് അവരത് മാറ്റിയിട്ട് നമുക്ക് പോസ്റ്റ് പെയ്ഡിൽ നിന്ന് പ്രീപെയ്ഡിലേക്ക് എഗെയിൻ ആക്കാൻ ഇതായത്.